അഭിനവ് എന്ന അനാഥനായ യുവാവിന്റെ ജീവിതം സ്വന്തമായി ഒരു കുടില് പോലും വാങ്ങാൻ കഴിയാത്ത അവസ്ഥയിലാണ്. അങ്ങനെയുള്ള ഒരുത്തിന് മുന്നിൽ എന്തിനാണ് നഗരത്തിലെ ഏറ്റവും വലിയ ഡോണായ ഇർഫാൻ ഭായി കൈകൂപ്പി കാൽക്കലിരുന്നത്? വെറുമൊരു സാധാരണ ഡെലിവറി ബോയ് ആയ അഭിനവിന്റെ ജീവിതത്തിൽ ഒരു രാത്രി കൊണ്ട് സംഭവിച്ചത് അത്ഭുതകരമായ മാറ്റം. ഒരു ഡെലിവറി ബോയ് മാഫിയ കിങ് ആയി മാറി. ഈ രഹസ്യം അവന് സ്വന്തം കുടുംബത്തിന് മുന്നിൽ പോലും മറച്ചു വെക്കേണ്ടി വന്നു. തന്റെ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനായി അവന് സ്വന്തം ഐഡന്റിറ്റി മറച്ചു വെക്കേണ്ടി വന്നു. നിങ്ങളിൽ കുറച്ചുപേർക്ക് മാത്രം സൗജന്യമായി ഈ കഥ മുഴുവനായി കേൾക്കാനുള്ള അവസരം ഒരുങ്ങുകയാണ്. ഗുഡ് ഈവനിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. ലേലം തുടങ്ങാം. സ്റ്റാർട്ടിംഗ് പ്രൈസ് 50 ലക്ഷം. 1 കോടി. 1 കോടി. 2 കോടി. 2 കോടി. 3 കോടി. 3 കോടി. 10 കോടി. 10 കോടി. അലീന മേഡം, ഈ നഗരം മുഴുവൻ ഇപ്പൊ നിങ്ങളുടെ കയ്യിലല്ലേ? ഞങ്ങൾക്കും കൂടെ എന്തെങ്കിലും ബാക്കി വെക്കൂന്നേ. ആ ബിസിനസ്സുകാരൻ പറയുന്നത് കേട്ട് അലീനയുടെ മുഖത്ത് ഒരു വല്ലാത്ത ചിരി വിരിഞ്ഞു. 50 കോടി. പക്ഷെ പെട്ടെന്ന് അവിടെ ഉണ്ടായിരുന്ന എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ഒരു ശബ്ദം മുഴങ്ങി. 50 കോടിയോ? ആരായാൾ? ഏയ്, ഇതാ ഡെലിവറി ബോയ് അഭിനവല്ലേ? ഇവന്റെ കയ്യിൽ എവിടുന്ന 50 കോടി? ആരും തിരിച്ചറിയാതിരിക്കാൻ കോട്ട് സ്യൂട്ടൊക്കെ ഇട്ടോണ്ട് വന്നിരിക്കുന്നു. ആ ലെവലാതി. അതെ, 2 ദിവസം മുമ്പ് എന്റെ ഓഫീസിൽ ലഞ്ച് കൊണ്ടുവന്നവനവൻ. നമുക്കൊന്നും ഒരു വിലയും ഇല്ലേ? ഇവനെ പോലെ ഒരാൾ എങ്ങനെ ഇത്രയും വലിയ ലേലത്തിൽ വന്നു? 50 കോടി പോയിട്ട് ഇവന്റെ കയ്യിൽ 50 രൂപ പോലും കാണില്ല. നിന്റെ നാടകം നിർത്തിയിട്ട് സ്ഥലം വിടാൻ നോക്ക്. ഒരു മിനിറ്റ്, ഞാനൊന്ന് പറഞ്ഞോട്ടെ. അഥവാ ഈ ഡെലിവറി ബോയുടെ കയ്യില് 50 കോടി ഇല്ലെങ്കിൽ ഞാൻ അലീനയുടെ ബിഡ് ചലഞ്ച് ചെയ്യുന്നു. 7 കോടി. ഞാൻ ഈ കാർപ്പറ്റിന് 7 കോടി തരാൻ തയ്യാറാണ്. 60 കോടി. ഡെലിവറി ബോയ്, നിനക്ക് പ്രാന്താണോ? എവിടെന്നാ നീ കോടി ഉണ്ടാക്കാൻ പോകുന്നത്? ഏയ്, ഇത് ലേലമാണ്, കുട്ടികളിയല്ല. ഇവിടെ പറയുന്നത് എത്രയാണോ അത് കൊടുക്കേണ്ടി വരും. തൊട്ടടുത്ത നിമിഷം അഭിനവ് ഒരു ചെക്ക് ബുക്ക് പുറത്തെടുത്ത് 60 കോടി രൂപ എഴുതി ഒപ്പിടാൻ തുടങ്ങി. ഇവൻ ജയിലിൽ പോകാൻ തീരുമാനിച്ചാണ് ഇറങ്ങിയെന്ന് തോന്നുന്നു. കണ്ടില്ലേ, പേടിച്ചിട്ട് അവന്റെ കൈ ഉറയ്ക്കുന്നത്. മാനേജർ സാർ, ഇവന്റെ ബാങ്ക് അക്കൗണ്ട് എന്തായാലും പരിശോധിക്കണം. അവിടെ ഉണ്ടായിരുന്ന എല്ലാവരും അഭി ചെക്ക് പൂരിപ്പിക്കുന്നത് കണ്ട് സ്തബ്ധരായി. ഒരു നിമിഷം ബാങ്ക് മാനേജർക്ക് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. എന്തിനാണ് അഭിനവിനെ പോലെ ഒരു ഡെലിവറി ബോയ് 3 കോടി വിലയുള്ള ഒരു സാധനം 60 കോടിക്ക് വാങ്ങുന്നതെന്ന്? ഇനി അഥവാ അവന്റെ അക്കൗണ്ടിൽ ശരിക്കും 60 കോടി രൂപയുണ്ടോ? അയാൾക്ക് ആകാംക്ഷയായി. ഒരു മിനിറ്റ്. മാനേജർ ഉടൻ തന്നെ ചെക്ക് പരിശോധിക്കാൻ തന്റെ ടീമിനെ വിളിച്ചു. എന്നാൽ അഭിനവിന്റെ ബാങ്ക് അക്കൗണ്ടിലെ ബാലൻസ് കേട്ട് അയാൾ ഞെട്ടിത്തരിച്ചുപോയി. 800 കോടിയോ? എന്താ ഗ്രൂപ്പിന്റെ പേര്? BR ഗ്രൂപ്പ്. ഈ ലേലം ഇവിടെ അവസാനിച്ചിരിക്കുന്നു. ഈ അമൂല്യമായ കാർപ്പറ്റ് 60 കോടി രൂപയ്ക്ക് മിസ്റ്റർ അഭിനവിന് നൽകുന്നു. മാനേജർ മൈക്കിലൂടെ പ്രഖ്യാപിച്ചതും അവിടെയിരുന്ന എല്ലാവരുടെയും കണ്ണുകൾ തള്ളിപ്പോയി. അവർ ഞെട്ടലോടെ പരസ്പരം നോക്കി. ഇന്നലെ വരെ എല്ലാവരും ഒരു ദരിദ്രവാസിയെ പോലെ കണ്ടിരുന്ന അഭിനവിന് ഇത്രയധികം പണം എങ്ങനെ ലഭിച്ചുവെന്ന് അലീനയ്ക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവൾ ഇതെല്ലാം ആലോചിച്ചിരിക്കുമ്പോൾ ഒരു കോൾ വന്നു. ഇല്ല, 60 കോടിക്ക് ലേലം വിളിച്ച് ഒരു ഡെലിവറി ബോയ് അത് വാങ്ങി. ഈ കാലത്തെ ഡെലിവറി ബോയ്സിന് പോലും ഇത്രയും പണം ഉണ്ടോ? 5 കോടിയുടെ സാധനം 60 കോടിക്ക് വാങ്ങാൻ മാത്രം. ഇതൊക്കെ ആലോചിക്കുന്നതിന് മുമ്പ് അലീന മാം, നിങ്ങൾ അഭിനവിന്റെ വിരലിലേക്ക് നോക്കി. അയാൾ പറഞ്ഞതും അലീന പരിഭ്രമത്തോടെ സ്റ്റേജിലേക്ക് നീങ്ങി. അഭിനവിന്റെ ഇടത് കൈയിലിട്ടിരുന്ന മോതിരത്തിൽ അവളുടെ കണ്ണുകൾ പതിഞ്ഞതും അവൾ ഞെട്ടിത്തരിച്ചു. അവളുടെ കണ്ണുകൾ വിടർന്നു. അവൾ ഞെട്ടലോടെ പറഞ്ഞു, ടൈഗർ. ടൈഗർ എന്ന പേരിന് പിന്നിലെ സത്യം എന്താണ്? ഒരു ഡെലിവറി ബോയുടെ അക്കൗണ്ടിൽ 800 കോടി എങ്ങനെ വന്നു? അവൻ ഇത്രയും ശക്തനാണെങ്കിൽ പിന്നെ എന്തിന് ലോകത്തിന് മുന്നിൽ ഒരു ഡെലിവറി ബോയായി ജീവിച്ചു? ഈ ചോദ്യങ്ങളെല്ലാം ഇൻസ്പെക്ടറുടെ തല ചുറ്റിച്ചു. അപരിചിതയായ ഒരു പെൺകുട്ടിയാണ് ആ വീഡിയോ അയാൾക്ക് നൽകിയത്. ഇൻസ്പെക്ടർക്ക് അഭിനവിനെ കുറിച്ച് ചില സംശയങ്ങൾ ഉണ്ടായിരുന്നു. അത് അന്വേഷിച്ച അയാൾക്ക് പലതരം കഥകൾ അഭിനവിനെ പറ്റി കേൾക്കാൻ കഴിഞ്ഞു. ആദ്യത്തെ ഡിറ്റക്റ്റീവ് പറഞ്ഞ കഥ അയാൾ ഓർക്കാൻ ശ്രമിച്ചു. അബി, നമുക്ക് പോവാം. ഈ റെസ്റ്റോറന്റ് ഒരുപാട് പണക്കാര് വരുന്ന സ്ഥലമാ. എന്റെ കോലം നോക്ക്, റോഡരികില് പാത്രവും പിടിച്ചിരിക്കുന്ന പിച്ചക്കാരിയെ പോലെയുണ്ട്. വൈഷ്ണവി, ഈ എക്സ്പെൻസീവ് റെസ്റ്റോറന്റ് ഒന്നും നമുക്ക് ശരിയാവില്ല. അബി, വാ പോവാം. വൈഷ്ണവി, നീ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിക്കില്ല ബേബി. ഇന്ന് നിന്റെ പിറന്നാളല്ലേ? ഈ ട്രീറ്റിന് ഞാൻ പൈസ സേവ് ചെയ്തിട്ടുണ്ട്. അത് തന്നെയാ ഞാൻ പറഞ്ഞേ. രാവും പകലും ഓർഡറുകൾ ഡെലിവറി ചെയ്തല്ലേ നീ പണം സ്വരുക്കൂട്ടിയത്. അതെല്ലാം ഒരു ദിവസം കൊണ്ട് തീർക്കാൻ ഞാൻ സമ്മതിക്കില്ല. ഇന്നത്തേക്ക് നീ അതൊക്കെ മറന്നിട്ട് വാ എന്റെ കൂടെ. ഇറ്റ്സ് യുവർ സ്പെഷ്യൽ ഡേ. നീ ഇവിടെ നിൽക്ക്, ഞാൻ ടേബിൾ ഫ്രീ ഉണ്ടോ എന്ന് നോക്കിയിട്ട് വരാം. വൈഷ്ണവി അഭിനവിനെ തടയാൻ ഓടിയപ്പോൾ ഒരു പണക്കാരനുമായി കൂട്ടിയിടിച്ച് അയാളുടെ വില കൂടിയ സ്യൂട്ടിൽ വൈൻ വീണു. കണ്ണു കാണില്ലേ നിനക്ക്? ഐ എം റിയലി സോറി സർ. മാനേജർ, ഇവിടെയൊക്കെ ആരകത്തേക്ക് കയറ്റിവിട്ടെ? ഐ എം സോറി സർ. ഈ സ്യൂട്ടിന്റെ വില അറിയാവോ? 20 ലക്ഷം രൂപ, 20 lakh rupees. ഐ എം സോറി സർ. എന്റെ മിസ്റ്റേക്കാ. ഞാൻ ഇവിടുന്ന് പോയിക്കോളാം. ഇപ്പൊ തന്നെ പോയിക്കോളാം. ഞാൻ അങ്ങനെ നിന്നെ വെറുതെ വിടുന്നു കരുതുന്നുണ്ടോ?
ഈ സ്യൂട്ടിന് 20 ലക്ഷമാണ് വില. ആ 20 ലക്ഷം രൂപയും തന്നിട്ട് നീ ഇവിടുന്ന് പോയാ മതി. അല്ലെങ്കിൽ വന്നല്ലോ അടുത്ത പിച്ചക്കാരൻ. ഇവിടെ എന്തായി നടക്കുന്നത്? ഈ റെസ്റ്റോറന്റിന്റെ സ്റ്റാൻഡേർഡൊക്കെ പോയോ? ഇവനെയൊക്കെ ഇവിടെ കയറ്റിയിരുത്തിയിരിക്കുന്നു. ഇപ്പോ ഈ നിമിഷം എന്റെ കാമുകിയോട് മാപ്പ് പറയണം. എക്സ്ക്യൂസ് മീ, ഞാൻ ഇവളോട് മാപ്പ് പറയണം? വാട്ട് എ ജോക്ക്. ഞാൻ ആരാണെന്ന് നിനക്കറിയോ? ആ പണക്കാരനും അഭിനവും തമ്മിലുള്ള വഴക്ക് കണ്ട് വൈഷ്ണവി ഞെട്ടി. ആ മനുഷ്യൻ SL ഇൻഡസ്ട്രീസിന്റെ ഉടമയുടെ ഏക മകനാണെന്ന് അവൾക്ക് അപ്പോഴാണ് ഓർമ്മ വന്നത്. അവൾ കഴിഞ്ഞ ആഴ്ചയായിരുന്നു അയാളെ ആദ്യമായി കാണുന്നത്. അബി, നമുക്ക് ഇയാളോട് മാപ്പ് പറഞ്ഞ് ഇവിടെ നിന്ന് പോവാം. അയാള് SL ഇൻഡസ്ട്രീസ് ഓണറിന്റെ... ഒന്നും മിണ്ടാതിരിക്കും വൈഷ്ണവി. എന്റെ കാമുകിയോട് ഇപ്പൊ മാപ്പ് പറയും, അല്ലെങ്കിൽ ഈ ദിവസം ഓർത്ത് ജീവിതകാലം മുഴുവൻ നീ ഖേദിക്കും. ഞാൻ പറഞ്ഞത് നീ കേട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ ഈ നഗരത്തിലെ ഏറ്റവും വലിയ വജ്ര വ്യാപാരിയാണ്. വലിയ വലിയ മന്ത്രിമാര് വരെ എന്റെ പോക്കറ്റില. ഞാനൊന്ന് വിരൽ ഞൊടിച്ച നിന്നെ... ഞാൻ ഒരു വിരൽ ഞൊടിച്ച നിന്റെ ബിസിനസ് തകർന്ന് തരിപ്പണമാവും. എന്താ കാണണോ? ഇവനെന്താ വട്ടാണ്? ആ മനുഷ്യൻ എന്തെങ്കിലും മനസ്സിലാകുന്നതിന് മുൻപ് അഭിനവ് ഫോൺ എടുത്ത് ആർക്കോ ഒരു മെസ്സേജ് അയച്ചു. തൊട്ടടുത്ത നിമിഷം ആ പണക്കാരന് ഒരു കോൾ വന്നു. ഹലോ അച്ഛാ. മോനെ, നമ്മൾ തീർന്നടാ. നമ്മുടെ കമ്പനിയുടെ ഷെയറുകളെല്ലാം ഇടിഞ്ഞ് കോടികളുടെ നഷ്ടം സംഭവിച്ചു. അച്ഛാ ഒരു മിനിറ്റ്, ഇതൊക്കെ എങ്ങനെ സംഭവിക്കാനാ? ആരോ നമ്മളെ തകർക്കാൻ ശ്രമിക്കുന്നുണ്ട്. നീ ഏതെങ്കിലും വലിയ മനുഷ്യനുമായിട്ട് വഴക്കിട്ടോ. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ അദ്ദേഹത്തോട് മാപ്പ് പറയേ. നമുക്ക് വേറെ വഴിയില്ല. ആരാണ് അഭിനവ്? എന്താണ് അവന്റെ യഥാർത്ഥ മുഖം? മിനിറ്റുകൾക്കുള്ളിൽ കോടികളുടെ സാമ്രാജ്യം ഒരു തെരുവ് തെണ്ടി എങ്ങനെ നശിപ്പിച്ചു? ഈ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ആർക്കെങ്കിലും കിട്ടുന്നതിന് മുൻപേ അഭി അവിടെ നിന്ന് പോയിരുന്നു. ഇതായിരുന്നു ഒരു ഡിറ്റക്റ്റീവ് പോലീസ് ഇൻസ്പെക്ടറോട് പറഞ്ഞ കഥ. എന്നാൽ തലേ ദിവസം മറ്റൊരു ഡിറ്റക്റ്റീവ് പറഞ്ഞ കഥ ഇതിൽ നിന്നും തീർത്തും വ്യത്യസ്തമായിരുന്നു. ആ കഥയിൽ വൈഷ്ണവി ഒരു പാവപ്പെട്ട കാമുകിയായിരുന്നില്ല, മറിച്ച് അഭിനവിനെ എപ്പോഴും അപമാനിക്കുന്ന ഒരു പണക്കാരിയായിരുന്നു. നിന്നെ പോലെ ഒരു ആക്രിക്കാരന്റെ കൂടെ എന്റെ പട്ടി പോലും കഴിയില്ല. നീ എന്റെ ബോയ് ഫ്രണ്ട് ആവുന്നതൊക്കെ മറന്നിക്ക് മോനെ. കേട്ടല്ലോടാ അലവലാതി. ഇനി മേലൽ അവളുടെ അടുത്തേക്ക് വരാൻ പോലും ശ്രമിക്കരുത്. ഓടിക്കോ ഈ നാട്ടിൽ നിന്ന് തന്നെ. വൈഷ്ണവി നിന്നെ ആട്ടിവിട്ടത് നീ മറക്കണ്ട. വൈഷ്ണവി, നമ്മൾ ഒരുമിച്ച് ഒരു വീട് വാങ്ങാൻ പോവായിരുന്നില്ലേ? കുടിലിനെ വീടെന്ന് ആരെങ്കിലും വിളിക്കോ? പോടാ എന്റെ മുന്നിന്ന്. അഭിനവിന്റെ കൺമുന്നിൽ വെച്ച് അവന്റെ കാമുകി വൈഷ്ണവി മറ്റൊരാളുടേതായി. പണത്തിനു വേണ്ടി വൈഷ്ണവി തന്നെ ചതിക്കുമെന്ന് അവന് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. വേദന കൊണ്ട് അവന്റെ ഹൃദയം തകർന്നു. എന്നെ പരീക്ഷിച്ച് ഇനിയും മതിയായില്ലേ ഈശ്വര? അഭി സ്വന്തം വിധിയെ ശപിച്ച് റോഡിലൂടെ നടന്നു. മദ്യപിച്ച് ബോധമില്ലാതെ അവൻ ഒരു കാറിന് മുന്നിൽ ചാടാൻ പോയപ്പോൾ ഡ്രൈവർ ബ്രേക്ക് ഇട്ടു. കാറിൽ വന്നത് പണക്കാരനായ സൗരവ് മേനോനായിരുന്നു. മദ്യലഹരിയിലായിരുന്ന അഭിനവിനെ കണ്ട് സൗരവ് സ്വയം പറഞ്ഞു, കൊള്ളാം, ഇനിയാണ് കളി തുടങ്ങാൻ പോകുന്നത്. ഇവനെടുത്ത് കാറിന്റെ ഡിക്കിലേക്ക് ഇടും. എന്നിട്ട് വീട്ടിൽ കൊണ്ടുപോയി എന്റെ കസിന്റെ അടുത്ത് കിടത്ത്. പിന്നെ അവന്റെ വസ്ത്രങ്ങൾ അയച്ചു മാറ്റാൻ മറക്കരുത്. സൗരവിന്റെ പദ്ധതി എന്തായിരുന്നു? പിറ്റേന്ന് രാവിലെ അഭി കണ്ണു തുറന്നപ്പോൾ തന്റെ അടുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടിയെ കണ്ട് അവൻ അത്ഭുതപ്പെട്ടു. പക്ഷെ എന്തെങ്കിലും മനസ്സിലാക്കുന്നതിന് മുൻപ് തോക്കുമായി നിൽക്കുന്ന 2 പേരെ കണ്ട് അവൻ ഞെട്ടി. ഏയ്, നിങ്ങൾ ആര്? ഞാൻ ഇവിടെ എങ്ങനെ എത്തി? സൗരവിന്റെ കസിൻ സിസ്റ്റർ അനന്യയ്ക്ക് അവളുടെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല. അവൾ മറ്റൊരാളോടൊപ്പം രാത്രി ചെലവഴിച്ചിരിക്കുന്നു. നീ തറവാടിന്റെയും എന്റെയും റെപ്യൂട്ടേഷനാണ് കളഞ്ഞത് അനന്യ. മുത്തശ്ശ, ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ വിശ്വസിക്കേ. എനിക്ക് ഇയാൾ അറിയില്ല. ഇയാൾ ഇവിടെ എങ്ങനെ വന്നു എന്ന് എനിക്ക് അറിയില്ല. വീട്ടിലെ പെൺകുട്ടികൾക്ക് കൂടുതൽ സ്വാതന്ത്ര്യം കൊടുത്താലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും മുത്തശ്ശ. മിണ്ടാതിരിക്കും സൗരവ്. അനന്യ, നിനക്ക് ഈ വീടിന്റെ നിയമങ്ങൾ അറിയാമല്ലോ. ഇന്നു മുതൽ ഈ പയ്യൻ നമ്മുടെ മരുമകനാണ്. മുത്തശ്ശ, മതി. അങ്കിൾ, ഞാൻ പറയുന്നത് ഒന്ന്. ഇനി എന്നെ അനുസരിക്കാൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ നിന്റെ പേരിൽ വരാൻ പോകുന്ന കമ്പനി ഞാൻ സൗരവിന്റെ പേരിലേക്ക് മാറ്റും. കേട്ടല്ലോ? ഇവരെ രജിസ്റ്റർ ഓഫീസിലേക്ക് എത്തിക്കാനുള്ള ഏർപ്പാട് ചെയ്യേ. അങ്ങനെ ഹരിദേവൻ മേനോൻ അഭിനവിനെയും അനന്യയെയും നിർബന്ധിച്ച് രജിസ്ട്രാറുടെ മുന്നിൽ ഹാജരാക്കി വിവാഹം കഴിപ്പിച്ചു. വിവാഹം കഴിഞ്ഞ ഉടനെ മുത്തശ്ശൻ അഭിനവിനെ വിക്രമിന്റെ പാർട്ടിക്ക് അയച്ചു. അവിടെ വെച്ച് അവിചാരിതമായി അഭി തന്റെ മുൻ കാമുകി വൈഷ്ണവിയുടെ മുന്നിൽപ്പെട്ടു. നീ ഇവിടെ ബൊക്കെ ഡെലിവറി ചെയ്യാൻ വന്നതായിരിക്കും അല്ലേ? ഈ വലിയ പാർട്ടിയിൽ നിന്നെ കാണുമ്പോ എനിക്ക് ഓക്കാനം വരുന്നു. വൈഷ്ണവി അവളുടെ വായിൽ നിന്നും കൂടുതൽ വിഷം ചീറ്റുന്നതിന് മുൻപ് അഭിനവിന്റെ ഭാര്യ അനന്യയുടെ ശബ്ദം പിന്നിൽ നിന്ന് വന്നു. ബേബി. അനന്യ സ്നേഹത്തോടെ അവനെ ബേബി എന്ന് വിളിച്ചപ്പോൾ അഭിനവിന്റെ ഹൃദയത്തിൽ സംഗീതം മുഴങ്ങുന്നത് പോലെ തോന്നി. എവിടായിരുന്നു ഇതുവരെ? മുത്തശ്ശൻ നിങ്ങളെ വിളിക്കുന്നു, വാ. അവൻ അനന്യയിലേക്ക് ആകർഷിക്കപ്പെടുകയായിരുന്നു. അപ്പോൾ അധികം സന്തോഷിക്കണ്ട. എന്റെ ഇൻവെസ്റ്റേഴ്സ് ഈ പാർട്ടിയിലുണ്ട്. നമ്മള് വിവാഹിതരാണെന്ന് അവർക്കറിയാം. ഹായ്, ഇതാണ് എന്റെ ഹസ്ബൻഡ് അഭിനവ്. ഹായ് അഭിനവ്. അഭി അയാൾക്ക് നേരെ കൈ നീട്ടിയതും അയാളുടെ കണ്ണുകൾ അഭിനവിന്റെ വിരലിൽ കിടന്ന ടി എന്നെഴുതിയ മോതിരത്തിൽ പതിഞ്ഞു.
അയാൾ വിയർക്കാൻ തുടങ്ങി. ഇന്നലെ രാത്രി നീ എവിടെയായിരുന്നു? അത് മുത്തശ്ശ, ഇന്നലെ രാത്രി എൻ്റെ സുഹൃത്തിൻ്റെ പാർട്ടിയായിരുന്നു. അത് പിന്നെ ലേറ്റ് ആയപ്പോൾ അവിടെ തന്നെ അങ്ങ് ഉറങ്ങാമെന്ന് കരുതി. ആഹാ, ജോലിയും കൂലിയും ഇല്ലാത്ത നീ പുതിയ ശീലങ്ങളൊക്കെ തുടങ്ങിയോ? അഭിനവ് ഒരു സാധാരണക്കാരനായ ഡെലിവറി ബോയ് ആയിരുന്നു. അവന്റെ വിവാഹം നഗരത്തിലെ ഏറ്റവും സുന്ദരിയും കോടീശ്വര കുടുംബത്തിലെ അംഗവുമായ അനന്യയുമായിട്ടാണ് നടന്നത്. എന്നാൽ ഈ വിവാഹത്തിൽ കുടുംബത്തിൽ ആർക്കും സന്തോഷമില്ലായിരുന്നു. കുടുംബത്തിലെ കാരണവരായ ഹരിദേവൻ മേനോൻ അഭിനവും അനന്യയുമായുള്ള വിവാഹം നിർബന്ധിച്ചാണ് നടത്തിയത്. എന്നാൽ അയാൾ പോലും അഭിനവിനെ മോശക്കാരനാക്കാൻ കിട്ടുന്ന ഒരവസരവും പാഴാക്കുമായിരുന്നില്ല. ചെവി തുറന്ന് കേൾക്കണം, ഞാൻ പുറത്തേക്ക് പോവാ. തിരിച്ചു വരുമ്പോ ഈ വീടിന്റെ മുക്കും മൂലയും വരെ വൃത്തിയായിരിക്കണം, അല്ലെങ്കിൽ ഞാൻ നിന്റെ എല്ലൊടിക്കും. മാറങ്ങോട്ട്. അങ്ങനെ കുറെ ദിവസങ്ങൾക്ക് ശേഷം അഭിനവിന് വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാനുള്ള അവസരം ലഭിച്ചു. ഇങ്ങനെ ഒരു സമാധാനപൂർണമായ അന്തരീക്ഷം അവന് വളരെ ഇഷ്ടമായിരുന്നു. അവൻ സ്വയം കഴിക്കാൻ വേണ്ടി കുറച്ച് മാഗി ഉണ്ടാക്കിയതിനു ശേഷം മതിയാവോളം കിടന്നുറങ്ങി. തുടർച്ചയായി മുഴങ്ങിക്കൊണ്ടിരുന്ന ഡോർബെല്ലിന്റെ ശബ്ദം അവനെ ഉറക്കത്തിൽ നിന്നും എഴുന്നേൽപ്പിച്ചു. വാതിൽക്കൽ അവന്റെ ഭാര്യ അനന്യയായിരുന്നു. അവൾ അവന്റെ അലങ്കോലമായി കിടക്കുന്ന വസ്ത്രവും ഉലഞ്ഞു കിടക്കുന്ന മുടിയും കണ്ട് ഉടൻ അവനോട് ചോദിച്ചു, നീ എപ്പോഴാ തിരിച്ചു വന്നത്? ഇന്ന് മുഴുവൻ നീ വീട്ടിൽ കിടന്ന് ഉറങ്ങായിരുന്നോ? അല്ല, ഞാൻ ഉച്ചയ്ക്കാ വന്നത്. അല്ല, പിന്നെ നിനക്ക് നിന്റെ സഹോദരന്റെ ഫോൺ വന്നിരുന്നോ ഇന്ന്? ഇല്ലല്ലോ. അവനെന്തിനാ എന്നെ വിളിക്കുന്നത്? ആ സൗരവ് മേനോൻ ഇപ്പോഴും എൻ്റെ വാക്കുകൾ സീരിയസ് ആയി എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. അല്ല, ഒന്നുമില്ല, ഞാൻ വെറുതെ ചോദിച്ചതാ. തന്റെ സഹോദരന്റെ പേര് കേട്ടതും അവൾക്ക് പെട്ടെന്ന് ചില കാര്യങ്ങൾ ഓർമ്മ വന്നു. അവൻ തന്റെ കമ്പനിയും BR ഗ്രൂപ്പ് ഓഫ് കമ്പനിയുമായി ചേർന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ചില പദ്ധതികൾ ആ ശ്രീരാഗിനെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അത് ആലോചിക്കും തോറും അവൾക്ക് ദേഷ്യം കൂടി വന്നു. പക്ഷേ ഈ കാര്യത്തിൽ കൂടുതൽ ചിന്തിക്കേണ്ടെന്ന് അവൾ തീരുമാനിച്ചു. അപ്പോഴാണ് കഴിഞ്ഞ ദിവസം അഭിനവ് വീട്ടിൽ വന്നില്ലെന്ന കാര്യം അവൾക്ക് ഓർമ്മ വന്നത്. അവന്റെ അടുത്ത് സംശയം തോന്നിയതിനെ തുടർന്ന് അവൾ ചില കാര്യങ്ങൾ ചോദിച്ചു. ഇന്നലെ രാത്രി നീ എവിടായിരുന്നു? അത് പിന്നെ ഞാൻ ഇന്നലെ എൻ്റെ ഒരു പഴയ കൂട്ടുകാരൻ്റെ വീട്ടിൽ പോയതാ. സംസാരിച്ച് സമയം താമസിച്ചപ്പോൾ അവിടെ കിടന്നുറങ്ങിപ്പോയി. പഴയ കൂട്ടുകാരൻ മിസ്റ്റർ വിക്രം ഹോട്ടലിലാന്ന് വെടിവെച്ചവനോ? അനന്യ അഭിനവിനെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. തന്റെ ഭർത്താവിന്റെ സൗഹൃദം നഗരത്തിലെ ഏറ്റവും വലിയ ബിസിനസ്മാനും മാഫിയ കിങ്ങുമായ വിക്രമുമായിട്ടാണെന്ന് അവൾക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല. അതെ, നിനക്ക് പരിചയമുള്ള ആള് തന്നെ. നിനക്ക് മിസ്റ്റർ വിക്രവുമായിട്ട് എങ്ങനെയാണ് പരിചയമെന്ന് എനിക്കറിയില്ല. പക്ഷെ നീ രാത്രി മുഴുവൻ അയാളുമായിട്ടാണ് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞാ എനിക്കത് വിശ്വസിക്കാൻ പറ്റില്ല. ഇതും പറഞ്ഞ് അനന്യ ടിവിയുടെ റിമോട്ട് എടുത്തു. അതിനുശേഷം TV ഓൺ ചെയ്തുകൊണ്ട് പറഞ്ഞു, അല്ല, ഈ മിസ്റ്റർ വിക്രം ഏതു തരം മനുഷ്യനാ? മനസ്സിലായില്ല. അല്ല, രാത്രി മുഴുവനും നീയുമായിട്ട് സംസാരിക്കാൻ മാത്രം ഇത്രയും സമയം അയാൾക്കുണ്ടോ? നീ എന്നെ പറ്റി എന്താ വിചാരിച്ചത്? നീ എന്തു പറഞ്ഞാലും ഞാൻ അങ്ങ് വിശ്വസിക്കുന്നോ? എനിവേ, എനിക്ക് വിശക്കുന്നു. കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്ക. അഭിനവ് അനന്യയ്ക്ക് വേണ്ടി അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാസ്ത ഉണ്ടാക്കാൻ തുടങ്ങി. എന്നാൽ ഈ സമയം വാതിൽക്കൽ ആരോ എത്തി. ഹരിദേവൻ മേനോൻ തിരിച്ചു വന്നതായിരുന്നു. അഭിനവിനെ വാതിൽക്കൽ കണ്ടതും അയാൾ എപ്പോഴത്തേതും പോലെ താല്പര്യമില്ലാത്ത ഒരു റിയാക്ഷൻ കൊടുത്തു. നേരെ പോയി അനന്യയുടെ അടുത്ത് എന്തോ ആലോചിച്ചുകൊണ്ടിരുന്നു. മുത്തശ്ശ, എന്തു പറ്റി? ആരാ മുത്തശ്ശനെ മൂഡ് ഓഫ് ആക്കിയത്? ആരായിരിക്കും അതിന് കാരണം? അവൻ തന്നെ ജീവിതത്തിൽ ഒന്നും പഠിക്കാത്തവൻ, മൂത്തവരെ ഡിസ്റെസ്പെക്ട് ചെയ്യുന്നവൻ. മുത്തശ്ശ, എന്താ ശരിക്കും സംഭവിച്ചത്? എന്റെ അടുത്ത് പറ, ഞാൻ അതിലൊരു തീരുമാനം ഉണ്ടാക്കാം. തീരുമാനം ഉണ്ടാക്കിയിട്ട് ഒരു കാര്യവുമില്ല. നിങ്ങൾ രണ്ടുപേരെയും കുറിച്ച് ആലോചിക്കുമ്പോഴാ എനിക്ക് ടെൻഷൻ. നിങ്ങളുടെ രണ്ടുപേരുടെയും IVF ചികിത്സ ഒരുപാട് തവണ പരാജയപ്പെട്ട് കഴിഞ്ഞു. എനിക്ക് തോന്നുന്നു ആ അഭിനവിനാണ് ജനറ്റിക് ഡിസോർഡർ എന്ന്. ഇവൻ ഒന്നാമത് അനാഥനാണ്. കുടുംബം ഏതാണെന്ന് ആർക്കും അറിയില്ല. ഉറപ്പായിട്ടും ഇവന്റെ ജീൻസിൽ എന്തെങ്കിലും പ്രശ്നം കാണും. ഇത്രയും പറഞ്ഞുകൊണ്ട് ഹരിദേവന്റെ ശ്രദ്ധ അടുക്കളയിലേക്ക് തിരിഞ്ഞു. അതിനുശേഷം അഭിനവ് കൂടി കേൾക്കാൻ എന്ന വണ്ണം ഇങ്ങനെ പറഞ്ഞു, ഞാൻ പറയുന്നത് അഭിനവ് അവന്റെ ഫിസിക്കൽ എക്സാമിനേഷൻ നടത്തണമെന്നാ. ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും നല്ലതിനു വേണ്ടിയാ പറയുന്നത്, അല്ലാതെ. മുത്തശ്ശൻ എന്തൊരു സ്വീറ്റാ. പക്ഷെ തൽക്കാലത്തേക്ക് ഈ വിഷയം നമുക്കൊന്ന് മാറ്റിവെച്ചാലോ? ഇപ്പൊ തന്നെ എനിക്ക് ജോലിയുടെ ഒരുപാട് പ്രഷറുണ്ട്. ഇപ്പോഴാ എന്റെ കമ്പനി ഫൈനാൻഷ്യൽ ക്രൈസിസിൽ നിന്നും തിരിച്ചു വന്നത്. ഇപ്പോ കമ്പനിയിലാണ് ശ്രദ്ധ കൊടുക്കേണ്ടത്, കുട്ടികളിലല്ല. മോളെ, ഈ വിഷയം ഞാൻ മാറ്റിവെക്കണമെന്നാണോ നീ പറയുന്നത്? 2 വർഷത്തിൽ കൂടുതലായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്. പലതവണ IVF ട്രീറ്റ്മെന്റ് പരാജയപ്പെട്ടു. ഇതിനുശേഷം ഇക്കാര്യത്തിൽ വേഗത വേണ്ടെന്നാണോ? ആളുകളോട് ഉത്തരം പറയേണ്ടത് ഞാനാണ്, പരാതികൾ കേൾക്കേണ്ടത് ഞാനാ. ഇനി അങ്ങോട്ട് ആളുകൾക്കുള്ള മറുപടി നിങ്ങൾ തന്നെ കൊടുത്താൽ മതി. മുത്തശ്ശ, പ്ലീസ്, എനിക്ക് ഈ വിഷയത്തിൽ തൽക്കാലം സംസാരിക്കാൻ താല്പര്യമില്ല. അനന്യ, തനിക്കിഷ്ടപ്പെട്ട പാസ്ത കണ്ടപ്പോൾ അനന്യയുടെ മുഖത്തൊരു ചിരി വിടർന്നു. ആദ്യമായി അഭിനവിനോട് അനന്യയ്ക്ക് ഒരു കെയറിംഗ് തോന്നി. ഇതൊക്കെ 2 വർഷമായും അഭിനവ് ചെയ്യുന്നുണ്ടെങ്കിലും ഇതുവരെ അനന്യ അതിനൊന്നും ശ്രദ്ധ കൊടുത്തിരുന്നില്ല. ഇന്നിപ്പോൾ പാസ്ത പോലെ ഒരു ചെറിയ ഡിഷ് അവളെ ഇംപ്രസ് ചെയ്തിരിക്കുന്നു. അഭിനവിന്റെയും അനന്യയുടെയും കണ്ണുകൾ തമ്മിലുടക്കി. അനന്യ മെല്ലെ അവനോട് താങ്ക് യു പറഞ്ഞു.
അനന്യയുടെ ഹൃദയത്തിൽ ഒരു വീട് വെക്കുന്നതിന്റെ അടുത്തേക്ക് ഒരു പടി കൂടി താൻ അടുത്തതായി അവന് തോന്നി. തന്റെ മുത്തശ്ശന്റെ ഡിസ്സാറ്റിസ്ഫൈഡ് ലുക്ക് പോലും പരിഗണിക്കാത്ത രീതിയിൽ അവൾക്ക് അവനോട് ആകർഷണം തോന്നി. ഇപ്പോഴത്തേക്ക് നിനക്ക് ഫിസിക്കൽ എക്സാമിനേഷൻ ആവശ്യമില്ല. നമുക്ക് ഈ വിഷയത്തെക്കുറിച്ച് പിന്നീട് ചിന്തിക്കാം. ഞാനും ശരി, നീ പറയുന്നത് പോലെ തന്നെ. അഭിനവിന് അവന്റെ സന്തോഷം പൂർണ്ണമായും പ്രകടിപ്പിക്കാൻ സാധിച്ചില്ല. ഇതൊരു വലിയ ദിവസമാണ്. അനന്യ ആദ്യമായി തന്റെ മുത്തശ്ശന്റെ മുന്നിൽ വെച്ച് ഇത്രയും വലിയൊരു വിഷയത്തിൽ അഭിനവിന് വേണ്ടി സ്റ്റാൻഡ് എടുത്തു. ഇതൊരു ഭയങ്കര സംഭവമാണ്. പതുക്കെ പതുക്കെ അനന്യയ്ക്ക് അഭിനവിനോട് ആകർഷണം തോന്നാൻ തുടങ്ങി. അനന്യ, നാളെ എങ്ങാനും നിന്റെ സഹോദരൻ വിളിച്ച് VR ഗ്രൂപ്പുമായി നിങ്ങളുടെ കമ്പനിയുടെ അസോസിയേഷന്റെ കാര്യം സംസാരിച്ചാൽ അധികം താല്പര്യം കാണിക്കണ്ട. അതായത് കുറച്ച് സമയം എടുത്ത് പറഞ്ഞാൽ മതി. അവനും നിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവണമല്ലോ. നിനക്ക് ഭ്രാന്ത് പിടിച്ചോ? എന്റെ ചേട്ടനെല്ലാം ആ ശ്രീരാഗിന് കൊടുത്തു. BR ഗ്രൂപ്പുമായിട്ടുള്ള എല്ലാ കോർപ്പറേഷനും അവനായിരിക്കും ഹാൻഡിൽ ചെയ്യുന്നത്. എന്റെ ആവശ്യം എന്തിന്? പിന്നെ നിനക്കുണ്ടല്ലോ, നിനക്കൊന്നും അറിയില്ല, ചുമ്മാ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. അനന്യ, ഞാൻ പറഞ്ഞത് നീ ഓർത്താൽ മാത്രം മതി. എങ്ങാനും അവൻ വിളിച്ച പെട്ടെന്ന് സമ്മതിക്കരുത്. ഗുഡ് നൈറ്റ്. പോയി ഉറങ്ങ്. തനിക്ക് പറയാനുള്ളത് പറഞ്ഞ ശേഷം അഭിനവ് ഉറങ്ങാൻ കിടന്നു. അവൻ പറഞ്ഞതെല്ലാം കേട്ടതിന് ശേഷം ലൈറ്റ് മണച്ച് അനന്യയും കിടന്നു. അടുത്ത ദിവസം രാവിലെ അനന്യ ഓഫീസിൽ പോകാൻ ഇറങ്ങിയതിനു ശേഷം അവളുടെ പിറകെ അഭിനവും ഹോട്ടൽ സഫയർ ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു. അഭിനവ് തന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എല്ലാവരിൽ നിന്നും മറച്ചുവെച്ചു. വർമ്മ കുടുംബത്തെ സംബന്ധിച്ച് അവൻ വെറും ഒരു സാധാരണ ഡെലിവറി ബോയും ഒരു പ്രയോജനവുമില്ലാത്തവനുമായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ അവൻ അണ്ടർവേൾഡിലെ ഏറ്റവും പവർഫുൾ ആയ കമ്പനിയായ ദ മാഫിയ കിങ്ങിന്റെ പുതിയ ബോസായി മാറിക്കഴിഞ്ഞിരുന്നു. അണ്ടർവേൾഡിൽ അവൻ ടൈഗർ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. അഭിനവിന്റെ അച്ഛൻ സഞ്ജയുടെ മരണശേഷം വിക്രം പ്രായപൂർത്തിയാകും വരെ അഭിനവിനെ ഒരു അനാഥാലയത്തിലാണ് താമസിപ്പിച്ചിരുന്നത്. അവിടെ ദിവസവും അവന്റെ ഫിസിക്കൽ ട്രെയിനിങ് നടക്കുമായിരുന്നു. ഒപ്പം എല്ലാ പ്രതിസന്ധികളും അതിജീവിക്കാനും അവനെ പഠിപ്പിച്ചിരുന്നു. ഈ കമ്പനിയുടെ എല്ലാം തുടങ്ങിവെച്ചത് അവന്റെ അച്ഛൻ സഞ്ജയ് ആയിരുന്നു. എന്നാൽ അയാളുടെ മരണശേഷം കമ്പനിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും സഞ്ജയുടെ സുഹൃത്ത് വിക്രമിന്റെ ചുമലിലായി. വിക്രമിന് അഭിനവ് തയ്യാറായെന്ന് മനസ്സിലായപ്പോൾ അയാൾ അവനെ മാഫിയ കിങ്ങിന്റെ സിംഹാസനത്തിൽ പിടിച്ചിരുത്തി. പക്ഷേ അവന്റെ യഥാർത്ഥ ഐഡന്റിറ്റി എല്ലാവരിൽ നിന്നും മറച്ചുവെക്കണമെന്ന ശപഥവും അവനെ കൊണ്ട് എടുപ്പിച്ചു. ഈ ശപഥം തെറ്റിച്ചാൽ എല്ലാം വിട്ടെറിഞ്ഞ് അഭിനവിന് പോകേണ്ടി വരും. നല്ലൊരു അന്തരീക്ഷമുള്ള ഓഫീസ്, വിശ്രമം ലഭിക്കുന്ന ജോലി, ഓഫീസിലെ ബുദ്ധിമുട്ടും കടുപ്പമേറിയതുമായ ജോലികളൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഒരു എഫിഷ്യന്റ് സെക്രട്ടറി ചെയ്തു തരികയാണെങ്കിൽ ഓഫീസിലെ നിങ്ങളുടെ ജീവിതം കുറച്ചുകൂടി രസകരമായിരിക്കും. ഇതെല്ലാം അവൻ ആലോചിച്ചുകൊണ്ടിരിക്കെ അപ്രതീക്ഷിതമായി അവന്റെ ക്യാബിന്റെ വാതിലിൽ തട്ടിക്കൊണ്ട് സെക്രട്ടറി നന്ദിത അകത്തേക്ക് കയറി വന്നു. ഇന്ന് അവൾ കാണാൻ കുറച്ചുകൂടെ സുന്ദരിയായിരുന്നു. എന്നാൽ ഇത്തവണ നന്ദിത അഭിനവിന് അവളെ കൂടുതൽ നേരം നോക്കാനുള്ള സമയം കൊടുത്തില്ല. അവൾ പെട്ടെന്ന് പറഞ്ഞു, ടൈഗർ, മേനോൻ കുടുംബത്തിൽ നിന്ന് ആരോ നമ്മുടെ കമ്പനിയായിട്ടുള്ള അസോസിയേഷൻ സംസാരിക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. ശ്രീരാഗ് എന്ന പേര്. അവനോട് പോവാൻ പറ. ഓക്കെ. ഈ സൗരവ് എന്നെ പറ്റി എന്താ വിചാരിക്കുന്നത്? കൊളാബറേഷന്റെ കാര്യം അനന്യയോട് സംസാരിക്കാമെന്ന് പറഞ്ഞിട്ടും പുതിയ ഓരോരുത്തന്മാരെ അയക്കുന്നത് എന്തിനാ? ഇവന് ഞാൻ തന്നെ പാഠം പഠിപ്പിക്കേണ്ടി വരും. ശ്രീരാഗ് കമ്പനിയുടെ ആദ്യ ഫ്ലോറിൽ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ നന്ദിത അവനോട് പോകാൻ പറഞ്ഞപ്പോൾ അത് അവനെ സംബന്ധിച്ച് വലിയ ഇൻസൾട്ടായി മാറി. പോയ കാര്യം നടന്നില്ല എന്നും നടന്നത് എന്താണെന്നും അവൻ വന്ന് സൗരവിനോട് പറഞ്ഞപ്പോൾ അവന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. സൗരവ് ഹെൽപ്ലെസ് ആയി. അനന്യയെ വിളിക്കുക എന്നതല്ലാതെ അവന്റെ മുന്നിൽ മറ്റു മാർഗമില്ലായിരുന്നു. ഈ സമയം അനന്യ മുത്തശ്ശനുമായി ഷോപ്പിംഗ് നടത്തുകയായിരുന്നു. ഈ സമയം അവളുടെ ഫോൺ റിംഗ് ചെയ്തു. സൗരവിന്റെ ഫോണാണെന്ന് മനസ്സിലാക്കിയ അനന്യ ലൗഡ് സ്പീക്കറിൽ ഇട്ടുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. പറ ചേട്ടാ. നിന്റെ ചേട്ടന് നിന്റെ ഒരു ഹെൽപ്പ് വേണമല്ലോ. നീ എന്നെ ഹെൽപ്പ് ചെയ്യോ? ഹെൽപ്പോ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അത് പിന്നെ നമ്മളും BR ഗ്രൂപ്പും തമ്മിലുള്ള കൊളാബറേഷന്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തു. ഇനി ഇതിനിടയിലുള്ള എല്ലാ ചർച്ചകളും നടത്തുന്നത് നീ ആയിരിക്കും. നീ നാളെ തന്നെ BR ഗ്രൂപ്പിന്റെ ഓഫീസിൽ പോകണം. അവരുമായിട്ട് സംസാരിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ അവരുമായി പുതിയ ആർട്ടിസ്റ്റുകളുടെ പാക്കേജ് കോൺട്രാക്ട് സൈൻ ചെയ്യണം. ഇത് കേട്ടതും കഴിഞ്ഞ ദിവസം രാത്രി അഭിനവ് പറഞ്ഞതെല്ലാം അനന്യയുടെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. നീ എളുപ്പത്തിൽ സമ്മതിക്കരുത്. സോറി ഏട്ടാ, ചേട്ടനിത് ശ്രീരാഗിനെ ഡീൽ ചെയ്യാൻ ഏൽപ്പിച്ചതല്ലേ. എനിക്ക് തോന്നുന്നു അത് പകുതി വരെ ആയെങ്കിൽ ബാക്കി അവനെ കൊണ്ട് തന്നെ അങ്ങ് ചെയ്യിച്ചേക്ക്. അതെന്താണെന്നറിയോ? 4 പേര് ചേർന്ന് ഒരേ പായസം ഉണ്ടാക്കാൻ നോക്കിയാ അതവസാനം കുളവാകും. അപ്പൊ നടക്കട്ടെ ഏട്ടാ, എനിക്ക് വേറെയും ചില ജോലികളുണ്ട്, പിന്നെ സംസാരിക്കാം. ഹലോ, നീ എന്താ ചെയ്യുന്നത് മോളെ? ഇതിന്റെ കോൺസിക്വൻസസ് എന്തായിരിക്കുമെന്ന് നിനക്ക് ഊഹിക്കാവോ? ഹരിദേവനെ സംബന്ധിച്ച് കയ്യിൽ വന്ന നല്ലൊരു അവസരമാണ് അനന്യ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. സൗരവ് തന്നെ ഇങ്ങോട്ട് വിളിച്ചതും പോരാഞ്ഞ് അവൻ റിക്വസ്റ്റും ചെയ്തു. പക്ഷേ അനന്യ അത് വേണ്ടെന്ന് വെച്ചു. അനന്യ ആ ഡിസൈനർ ബൊട്ടീക്കിന്റെ പുറത്ത് വന്ന് ഒരു ബെഞ്ചിലിരുന്നു. പെട്ടെന്ന് അവൻ അഭിനവിനൊരു മെസ്സേജ് അയച്ചു. ഈ സമയം അഭിനവ് വിക്രമിനോട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു. ഉച്ചയ്ക്കുള്ള ലഞ്ച് ഒരുമിച്ച് കഴിക്കാനുള്ള പ്ലാനിലായിരുന്നു അവർ. ഫോൺ വെച്ച ഉടൻ തന്നെ അഭിനവ് അനന്യ അയച്ച മെസ്സേജ് കണ്ടു.
ഇപ്പോ കുറച്ചു മുമ്പ് ചേട്ടന്റെ കോള് വന്നിരുന്നു. ചേട്ടൻ പറയുന്നത് ഇനി മുതൽ BR ഗ്രൂപ്പിന്റെ കാര്യം ഞാൻ തന്നെ സംസാരിക്കണമെന്ന്. ഞാൻ ഇതുവരെ സമ്മതിച്ചിട്ടില്ല. ഞാൻ എന്താ ചെയ്യേണ്ടത്? അഭിനവ് ഈ മെസ്സേജ് വായിച്ചതും അവന്റെ ഹൃദയം ആയിരക്കണക്കിന് പൂക്കളാൽ നിറഞ്ഞ ഒരു പൂന്തോട്ടമായി മാറി. തന്റെ ഭാര്യ താൻ പറയുന്നത് കേൾക്കാനും അനുസരിക്കാനും തുടങ്ങിയെന്ന് അവൻ തിരിച്ചറിഞ്ഞു. ഇനി നീ കുറച്ച് വെയിറ്റ് ചെയ്യണം. പക്ഷെ ടെൻഷൻ അടിക്കണ്ട. നിന്റെ ചേട്ടൻ ഇന്ന് തന്നെ നിന്നെ വീണ്ടും വിളിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും. അവൻ നിന്നെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണെന്ന് തോന്നുന്ന സമയം വരെയും നീ അതിനെ എഗ്രി ചെയ്യരുത്. നിനക്ക് സന്തോഷം തരുന്ന കണ്ടീഷൻസ് പറയുമ്പോൾ മാത്രം സമ്മതിക്കണം. ഒരുപാട് നാളുകളുടെ ഇടവേളയ്ക്ക് ശേഷം അന്നാദ്യമായി അഭിനവ് വിക്രമിനെ കാണുകയായിരുന്നു. വിക്രമാണ് അഭിനവിനെ ഇപ്പോഴത്തെ രൂപത്തിലേക്ക് മാറ്റിയെടുത്തത്, ടൈഗർ എന്ന രൂപത്തിലേക്ക്. ടൈഗർ, വെൽക്കം വെൽക്കം. വാ ഇങ്ങോട്ടിരിക്കേ. വിക്രം അഭിനവിനെ അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കസേരയിൽ തന്നെ പിടിച്ചിരുത്തി. അതിനുശേഷം അവനെ വിളിച്ചത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിനാണെന്ന് അവനെ അറിയിച്ചു. അതിനുശേഷം വിക്രം തന്റെ കൈയൊന്നടിച്ചതും കറുത്ത വസ്ത്രങ്ങൾ ധരിച്ച ഒരാൾ കയ്യിൽ ഒരു തളികയുമായി അങ്ങോട്ടേക്ക് നടന്നു വന്നു. അയാൾ കൊണ്ടുവന്ന തളികയിൽ ഒരു ചെറിയ പെട്ടി ഉണ്ടായിരുന്നു. വിക്രം ആ പെട്ടി തന്റെ കയ്യിൽ എടുത്തതിന് ശേഷം അഭിനവിനെ നോക്കാൻ തുടങ്ങി. മോനെ, ഇത് ഞാൻ നിനക്ക് വേണ്ടി മാത്രമായി പ്രിപ്പയർ ചെയ്തതാ. കഴിഞ്ഞ 18 വർഷമായി ഇതിന്റെ കയ്യിലായിരുന്നു. എന്നാൽ ഇനി ഇത് ഏറ്റവും അർഹതപ്പെട്ടവന്റെ കയ്യിലേക്ക് എത്താൻ സമയമായിരിക്കുന്നു. വിക്രമങ്ങൾ, എനിക്കത് സ്വീകരിക്കാൻ പറ്റില്ല. വളരെ കഷ്ടപ്പെട്ട് ഞാൻ നിനക്ക് വേണ്ടി മാത്രം ഇത് കണ്ടുപിടിച്ച് കൊണ്ടുവന്നതാ. സമയം വരുമ്പോ ഇത് നിനക്ക് പ്രയോജനം ചെയ്യും. വിക്രമിന്റെ വായിൽ നിന്നും ഈ വാക്കുകൾ പുറത്തേക്ക് വന്നതും അയാളുടെ കയ്യിലെ ഫോൺ റിംഗ് ചെയ്യാൻ തുടങ്ങി. ഹലോ. ഫോൺ എടുത്ത് സംസാരിച്ചു തുടങ്ങിയതും വിക്രമിന്റെ മുഖഭാവം സീരിയസ് ആകാൻ തുടങ്ങി. ശരി, ഞാൻ നോക്കിക്കോളാം. ടൈഗർ, ഐ ആം സോറി. എനിക്ക് തോന്നുന്നു ഈ ലഞ്ച് നീ ഒറ്റയ്ക്ക് കഴിക്കേണ്ടി വരുമെന്ന്. എനിക്ക് അത്യാവശ്യമായിട്ടൊരു ജോലിയുണ്ട്, അത് സെറ്റിൽ ചെയ്യണം. ഞാൻ നിനക്ക് തരുന്ന ഈ ഗിഫ്റ്റ് നിന്റെ ബർത്ത്ഡേയുടെ അഡ്വാൻസ് ട്രീറ്റ് ആയിട്ട് കരുതിയാൽ മതി. ഓക്കെ? എനിക്ക് മനസ്സിലായി. അങ്കിൾ പോയി അങ്കിളിന്റെ ജോലി ചെയ്യും. ഇത് ഞാൻ കൊണ്ടുപോവാം. താങ്ക് യു ഇൻ അഡ്വാൻസ്. എന്നാ ശരി ടൈഗർ, നമ്മൾ വൈകാതെ ഒരുമിച്ച് ലഞ്ച് കഴിക്കും. ഓക്കെ? ഇതും പറഞ്ഞുകൊണ്ട് വിക്രം ആ മുറിയിൽ നിന്നും പുറത്തേക്ക് പോയി. അഭിനവിന്റെ ശ്രദ്ധ മുഴുവൻ കയ്യിലെ ആ കുഞ്ഞു പെട്ടിയിലായിരുന്നു. ഒരു ചെറിയ പുഞ്ചിരിയോട് കൂടി അവൻ ആ പെട്ടിയെടുത്ത് തന്റെ പോക്കറ്റിൽ വെച്ചു. ലഞ്ചിന് എല്ലാ തരത്തിലുമുള്ള ഭക്ഷണങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ പെട്ടെന്നുള്ള വിക്രമിന്റെ പോക്ക് അഭിനവിന്റെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്നു. വിക്രം അങ്കിളിന് പെട്ടെന്ന് എന്ത് ജോലിയാ വന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതൊരു ചെറിയ പ്രശ്നമാകണമെന്നും പെട്ടെന്ന് പരിഹരിക്കാൻ പറ്റുന്നതാകണമെന്നും പ്രതീക്ഷിക്കാം. ലഞ്ച് പൂർത്തിയാക്കിയതിനു ശേഷം അഭിനവ് തന്റെ ഇലക്ട്രിക് സ്കൂട്ടറിൽ വീട് ലക്ഷ്യമാക്കി പോയി. വീടെത്തിയതിനു ശേഷം അവൻ തന്റെ കയ്യിലിരുന്ന ആ കുഞ്ഞു പെട്ടി തുറന്നു. അതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സുഗന്ധം വരാൻ തുടങ്ങി. ആ ഗന്ധം അവനെ മത്തു പിടിപ്പിച്ചു. അത് അങ്ങനത്തെ ഒരു ഗന്ധമായിരുന്നു. ആ പെട്ടിയിൽ ഒരു ക്യാപ്സ്യൂൾ ഉണ്ടായിരുന്നു. അത് കണ്ടതും അഭിനവിന്റെ മനസ്സിൽ പലതരത്തിലുള്ള ചോദ്യങ്ങൾ ഉയരാൻ തുടങ്ങി. എന്താ ഇത്? ശരിക്കും ഇത് വല്ല മരുന്നുമാണോ? ഇത് കഴിച്ച ശരിക്കും ശരീരത്തിന് എന്തെങ്കിലും ശക്തികൾ ലഭിക്കോ? പക്ഷെ ഇത് തീരെ ചെറിയൊരു ഗുളികയാണല്ലോ. ഇനി വിക്രം അങ്കിളിന് ആരെങ്കിലും പറഞ്ഞു പറ്റിച്ചതായിരിക്കോ? അഭിനവ് എന്തായാലും ആ ഗുളിക കഴിക്കാമെന്ന് തന്നെ തീരുമാനിച്ചു. അവൻ ആ ഗുളിക എടുത്ത് വായിൽ വച്ചപ്പോൾ തന്നെ വെള്ളം പോലുമില്ലാതെ അത് വായിൽ അലിഞ്ഞു ചേർന്നു. അവൻ ഗുളിക എവിടെ പോയെന്ന് വായ മൊത്തം നോക്കി. വിക്രം എന്തായാലും അവന് മോശമൊന്നും ചെയ്യില്ലെന്ന് അവൻ കരുതി. എന്നാൽ ആ ഗുളികയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. മറ്റൊന്നിനെയും കുറിച്ച് ആലോചിക്കാതെയാണ് അവൻ ആ ഗുളിക കഴിച്ചത്. ഇനി അവനെങ്ങാൻ മരിച്ചു പോകുമോ? പെട്ടെന്ന് അവന്റെ വയറിനുള്ളിൽ സഹിക്കാൻ സാധിക്കാത്തൊരു വേദന അനുഭവപ്പെട്ടു. കുറച്ചു നിമിഷങ്ങൾക്കുള്ളിൽ ആ വേദന ശരീരം മുഴുവൻ പടരുകയും അവന്റെ ബോധം നഷ്ടമാവുകയും ചെയ്തു. അവന് ബോധം തിരിച്ചു വരുമ്പോൾ രാത്രി ഏറെ വൈകിയിരുന്നു. അവൻ കണ്ണുകൾ തുറന്നു നോക്കിയപ്പോൾ വല്ലാത്തൊരു ദുർഗന്ധം അവന് ചുറ്റിലും അവൻ അനുഭവപ്പെട്ടു. അവന്റെ ശരീരവും ചുറ്റുപാടും മഞ്ഞ നിറത്തിലുള്ള ഒരു ദ്രാവകം കൊണ്ട് നിറഞ്ഞിരുന്നു. അവന് വല്ലാത്തൊരു ഡിസ്ഗസ്റ്റിംഗ് ഫീൽ തോന്നി. അവന് ചിന്തിക്കാനുള്ള സമയം പോലും ഇല്ലായിരുന്നു. കുളിക്കാൻ വേണ്ടി അവൻ ബാത്റൂമിലേക്ക് ഓടി. ശരീരം നന്നായി വൃത്തിയാക്കാൻ തന്നെ അവൻ 1 മണിക്കൂർ വേണ്ടി വന്നു. പുതിയ വസ്ത്രങ്ങൾ ധരിച്ച് അവൻ ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നു. അവൻ ബോധം കെട്ട് വീണുകിടന്ന സ്ഥലത്തിന് ചുറ്റും ഒരു മഞ്ഞ നിറത്തിലുള്ള ദ്രാവകം പരന്നു കിടപ്പുണ്ടായിരുന്നു. അതിൽ നിന്നും വല്ലാത്തൊരു ദുർഗന്ധം വരുന്നുണ്ടായിരുന്നു. അത് വൃത്തിയാക്കാൻ അവന് വീണ്ടും 1/2 മണിക്കൂർ വേണ്ടി വന്നു. വിക്രം അങ്കിളിനെ ആരോ പറഞ്ഞു പറ്റിച്ചതാണ്. ശക്തി ലഭിക്കുന്നത് പോട്ടെ, ഇത് തലവേദന കേസായിപ്പോയി. എവിടെ നിന്ന് വരുന്ന ഈ ദുർഗന്ധം? ഇനി ഈ ഗുളികയ്ക്ക് വേറെ എന്തൊക്കെ സൈഡ് എഫക്റ്റുകൾ ഉണ്ടാകുമെന്ന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല. അവൻ മുറി വൃത്തിയാക്കി കഴിഞ്ഞതും അനന്യയും മുത്തശ്ശനും കൂടി വീട്ടിലേക്ക് വന്നു. നല്ല കളക്ഷൻ ആയിരുന്നല്ലേ? കൃത്യസമയത്ത് തിരിച്ചു വരാൻ പറ്റി. അതെ അതെ. ഭക്ഷണം ഉണ്ടാക്കി കഴിഞ്ഞോ? കുറച്ച് ജോലി ഉണ്ടായിരുന്നത് കൊണ്ട് ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു എന്നാ നമുക്ക് ആഹാരം കഴിക്കാൻ പുറത്തു പോയാലോ എന്ന്. കൊള്ളാലോ, പുറത്തു പോയി ആഹാരം കഴിക്കാനുള്ള കൊതി കണ്ടോ? മുഴുവൻ സമയം വീട്ടിലില്ലേ? ജോലി ചെയ്യേണ്ട സമയത്ത് ചെയ്യണമെന്നറിയില്ലേ? ഈ അടുത്തായിട്ട് ഇവൻ കുറച്ച് കൂടുതൽ ബിസി ആകുന്നതായിട്ട് തോന്നുന്നില്ലേ? അനന്യയ്ക്കും അഭിനവിന്റെ അടുത്ത് ചില സംശയങ്ങൾ തോന്നുന്നുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി അവന്റെ പെരുമാറ്റം കണ്ടതുകൊണ്ട് അവനെ ഒന്നും പറയാൻ അവൾക്ക് തോന്നിയില്ല. ആക്ച്വലി
മുത്തശ്ശ, ഞാനും ആലോചിക്കായിരുന്നു നമുക്ക് പുറത്തു പോയി കഴിച്ചാലോ എന്ന്. പുറത്തു പോയിട്ട് കുറച്ചായില്ലേ. അനന്യയുടെ പെരുമാറ്റത്തിൽ നിന്നും അവൾ തന്നെ സഹായിക്കുകയാണെന്ന് അവന് മനസ്സിലായി. അഭിനവിന്റെ മനസ്സിലെ പൂക്കൾ വീണ്ടും വിരിയാൻ തുടങ്ങി. അഭിനവ്, ഇവിടെ എന്താ സംഭവിക്കുന്നത്? റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. നീ അല്ലേ എന്നും ആഹാരം ഉണ്ടാക്കുന്നത്. ഇന്നെന്തു പറ്റി? ഈ എക്സ്ക്യൂസസ് പറയുന്ന പരിപാടി ഒന്ന് നിർത്ത്. ശരി. മറ്റന്നാള് സൗരവേട്ടന്റെ ബർത്ത്ഡേയാ. 2 ദിവസത്തിനുള്ളിൽ പുള്ളിക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഗിഫ്റ്റ് വാങ്ങിക്കണം. വില പിടിച്ചത്. വാങ്ങുന്നതിന് മുമ്പ് 100 തവണ ആലോചിക്കണം. അല്ലെങ്കിൽ എപ്പോഴും പോലെ എനിക്കും എംബാരസ്ഡ് ആവേണ്ടി വരും. സൗരവിന്റെ ജന്മദിന ദിവസം എത്തി. അവിടേക്ക് അനന്യയും മുത്തശ്ശനും ഒരുമിച്ചും അഭിനവ് പ്രത്യേകവുമാണ് വന്നത്. സൗരവിന് ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയായിരുന്നു അത്. സമയം കണ്ടല്ലോ അല്ലേ? അഭിനവ് ഇതുവരെ എത്തിയിട്ടില്ല. അനന്യ അവനെയും കാത്തു നിൽക്കുകയാണ്. അഭിനവ് ഇത്തവണ സ്വന്തമായി ഒരു ഗിഫ്റ്റ് കൊടുക്കുമെന്ന് അനന്യയ്ക്ക് ഉറപ്പ് കൊടുത്തിരുന്നു. അതും വില പിടിച്ചത്. സമയം പോകുന്തോറും അവൾ ടെൻഷനായി. എന്നാൽ കയ്യിൽ ഒരു തടിയുടെ വെറും പെട്ടിയുമായിട്ട് അവൻ അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടപ്പോൾ അവളുടെ മുഖം മാറി. എന്താ വാങ്ങിച്ചുകൊണ്ട് വന്നത്? ഒന്നുമില്ലെങ്കിലും ഈ ബോക്സിനൊന്ന് ഗിഫ്റ്റ് റാപ്പ് ചെയ്യായിരുന്നില്ലേ? അത് പിന്നെ എനിക്കും റാപ്പ് ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷെ അതിനുള്ള സമയമില്ലായിരുന്നു. അത് വിട്ടേക്ക്. ബോക്സ് എങ്ങനെയായാലും എന്താ, ബോക്സിനകത്തുള്ള സാധനം എന്താണ് എന്നതല്ലേ മാറ്റർ. എല്ലാവരും ഇപ്പൊ ചേട്ടന് ഗിഫ്റ്റ് കൊടുക്കാൻ തുടങ്ങും. നീയും അതിന്റെ കൂട്ടത്തിൽ കൊണ്ട് ഇത് വെച്ചോണം. ഇത്തവണ എനിക്കൊരു ഡ്രാമയും കാണാൻ താല്പര്യമില്ല. എനിക്ക് മടുത്തു. നീ പറഞ്ഞതുപോലെ ചെയ്തോളാം. സൗരവിന്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ ശ്രീരാഗ് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അഭിനവിനെ ഒന്ന് തോണ്ടാനുള്ള ഈയൊരു അവസരം കളഞ്ഞു കുളിക്കാൻ അവനൊരു താല്പര്യവും ഇല്ലായിരുന്നു. ആഹാ, നിന്നെ പോലെ ദാരിദ്ര്യം പിടിച്ചവന്മാരും പാർട്ടിക്കൊക്കെ വരുമോ? ശ്രീരാഗ്, അഭിനവ് എന്റെ ഭർത്താവാ. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണം. അനന്യ, എനിക്ക് നിന്റെ ഫീലിങ്സ് ഹേർട്ട് ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഇവന്റെ കല്യാണം ഒരു കോടീശ്വര കുടുംബത്തിൽ നിന്നാണ് എന്നത് ഈ ദരിദ്രവാസി അറിഞ്ഞിരിക്കണമല്ലോ. എത്ര നാളാണ് ഇങ്ങനെ പിച്ചക്കാരനെ പോലെ ഇവൻ നടക്കുക? പോയി നിന്റെ ജോലി നോക്ക്. ആവശ്യമില്ലാത്ത സീൻ ഉണ്ടാക്കരുത്. വാചകോടി നിർത്തറ. നിന്റെ നില എറിഞ്ഞു വേണം പെരുമാറാൻ. സാധാരണ ഡെലിവറി ബോയ് ആണ് നീ. അനന്യ നിന്നെ കല്യാണം കഴിച്ചെന്ന് കരുതി ഷോ കാണിക്കുന്നു. ഞാൻ എത്ര യൂസ്ലെസ് ആണ് എന്നത് ഇവിടുത്തെ വിഷയമല്ല. എന്തായാലും ഞാൻ നിന്നേക്കാൾ ബെറ്റർ ആണ്. അതുകൊണ്ടാണല്ലോ BR കമ്പനി ചവറ് പോലെ നിന്നെ എടുത്ത് വലിച്ചെറിഞ്ഞത്. കാര്യങ്ങൾ കൈവിട്ടു പോയി തുടങ്ങിയിരുന്നു. ശ്രീരാഗിന് നഗരത്തിലെ വലിയ ഗുണ്ടകളുമായിട്ടൊക്കെ നല്ല ബന്ധമായിരുന്നു. ഇതറിഞ്ഞിട്ടും അഭിനവ് ശ്രീരാഗുമായിട്ട് തർക്കിക്കാൻ തയ്യാറായി. അവന്റെ കാര്യം തീരുമാനമായി. ഈ കോലത്തിൽ ഇനി അവൻ തിരിച്ചു പോവില്ല. അവൻ അങ്ങനെ തന്നെ വേണം. അനന്യയുടെ കുടുംബത്തിലുള്ളവർ അഭിനവിനെ അടിച്ചോടിക്കുന്നത് കാണാൻ ആഗ്രഹിച്ചു നിന്നു. ശ്രീരാഗ് തന്റെ സകല ശക്തിയും എടുത്ത് അഭിനവിനെ അടിക്കാൻ ഓങ്ങി. എന്നാൽ പെട്ടെന്ന് അഭിനവ് അവന്റെ കൈ തടഞ്ഞതിനു ശേഷം ശക്തമായി പറഞ്ഞു, നിനക്ക് ഇനിയും എന്നെ അടിക്കണമെന്നുണ്ടോ? പന്ന നായ, ഞാനിവിടെ നിന്റെ ചോര വീഴ്ത്തും. ശ്രീരാഗിന്റെ വായിൽ നിന്നും സിനിമാ സ്റ്റൈൽ ഡയലോഗ് കേട്ടതും അഭിനവ് അവന്റെ കൈ പിടിച്ച് തിരിച്ചോടിക്കാൻ തുടങ്ങി. അവസ്ഥ മോശമായതറിഞ്ഞ് അവൻ അലറി വിളിക്കാൻ തുടങ്ങി. നിനക്കെന്നെ വെറുപ്പാണല്ലേ? ഇനി നിന്റെ കൈ എന്റെ ശരീരത്തിൽ പതിച്ച നീ ശരിക്കും കൈയില്ലാതെ പോകും. തന്റെ കൈയുടെ യഥാർത്ഥ ശക്തി കണ്ട അഭിനവ് പോലും ശരിക്കും അത്ഭുതപ്പെട്ടു. ഇത്രയും ശക്തി എവിടെ നിന്ന് വന്നു? ഇത് വിക്രം കൊടുത്ത ക്യാപ്സൂളിന്റെ റിസൾട്ട് ആണോ? ശ്രീരാഗ് വേദന കൊണ്ട് പുളഞ്ഞ് തറയിൽ കിടന്നു. എന്താ ഇത്? നീ ആരാണെന്നാ നിന്റെ വിചാരം? ഇന്ന് ഗൗരവന്റെ പിറന്നാളാണ്. സന്തോഷിക്കേണ്ട ദിവസം. അഭിനവ് ദേഷ്യത്തിൽ ഹരിദേവിനെ നോക്കി. ഇന്ന് നിന്നെ ഇവിടെ ഇട്ട് തീർത്തില്ലെങ്കിൽ എന്റെ പേര് ശ്രീരാഗ് എന്നല്ല. ഇതും പറഞ്ഞുകൊണ്ട് ശ്രീരാഗ് തന്റെ ഫോൺ കയ്യിലെടുത്തു. അതിനുശേഷം ഒരു നമ്പർ ഡയൽ ചെയ്തു. അഭിനവ് ഇത്രയും നാളും ഹരിദേവിനെ സഹിച്ചു. പക്ഷേ ഇത് ക്ഷമയ്ക്കും അപ്പുറമായിരുന്നു. എന്റെയും അനന്യയുടെയും കല്യാണം കഴിഞ്ഞിട്ട് 2 വർഷമായി. ഞാൻ ചെയ്യുന്നതൊന്നും തന്റെ കണ്ണിൽ പിടിക്കില്ല. എപ്പോഴും താൻ എന്റെ മേൽ ചാടിക്കടിച്ചിട്ടേ ഉള്ളൂ. എന്നെ അടിച്ച ഈ അടി അത് ഞാൻ ഒരിക്കലും മറക്കില്ല. നിങ്ങൾ 2 വർഷം വളർത്തിയ ഈ പട്ടിയുണ്ടല്ലോ, ഈ പട്ടി തിരിച്ചു പോകാൻ പോവാ. പിന്നെ കുരച്ചിട്ടല്ല, കടിച്ചിട്ടാണ് പോകുന്നത്. ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരണമെന്നുണ്ടെങ്കിൽ സൗരവ് എന്റെ അടുത്ത് വന്ന് മാപ്പ് പറയണം. എന്റെ കാൽക്കൽ വന്ന് അവൻ അപേക്ഷിക്കണം. Just shut up. അനന്യയുടെ കണ്ണുകൾ അഭിനവിൽ തന്നെയായിരുന്നു. അഭിനവിന്റെ പെരുമാറ്റം കണ്ടപ്പോൾ അവനാകെ മാറിപ്പോയതായി അവൾക്ക് തോന്നി. ഏതോ ഒരു അജ്ഞാതനെ പോലെ. അഭിനവ് പറഞ്ഞത് കേട്ട് അവിടെയുള്ളവരെല്ലാം ഷോക്കായി കഴിഞ്ഞിരുന്നു. ആരെങ്കിലും പ്രതീക്ഷിച്ചതാണോ അഭിനവിനെ പോലെ ഒരുത്തൻ ഇത്രയും ശബ്ദമുയർത്തി സംസാരിക്കുമെന്ന്? എവിടെ പോകുന്നു? നിൽക്കവിടെ. പോകാൻ ആര് പറഞ്ഞു? ഇവിടെ തന്നെ നിൽക്ക്. കാണിച്ചു തരാം ഇവിടെ വെച്ച് നിനക്ക് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. ശ്രീരാഗ് ഇത് പറഞ്ഞു നിർത്തിയതും ഹോട്ടലിന് പുറത്ത് കുറച്ച് കാറുകൾ കൊണ്ടുവന്ന് ചവിട്ടി നിർത്തി. ശ്രീരാഗ് അഭിനവിന്റെ ജീവൻ എടുക്കാനുള്ള കൊട്ടേഷൻ നഗരത്തിലെ ഏറ്റവും വലിയ ഗുണ്ടയ്ക്കാണ് നൽകിയത്. തന്റെ ആളുകൾക്കൊപ്പം ഇർഫാൻ എന്ന ആ ഗുണ്ട അകത്തേക്ക് കയറി വന്നു. ഇർഫാൻ ദേഷ്യത്തോടെ വന്നത് കണ്ട് ശ്രീരാഗ് അടുത്തേക്ക് ഓടി. കറക്റ്റ് സമയത്താണ് നിങ്ങൾ വന്നത്. പറമോനെ, എന്താ പ്രശ്നം? ഏത് മാലിന്യത്തെയാണ് ഞാൻ നീക്കം ചെയ്യേണ്ടത്? ദാ ആ നിൽക്കുന്ന മാലിന്യത്തെയാണ്.
അപ്പൊ നീയാണ് ശ്രീരാഗിനെ അടിച്ചത്? കുരച്ചുകൊണ്ട് മാത്രം ഇരിക്കുന്ന പട്ടിക്ക് ഒരു പാഠം പഠിപ്പിച്ചു കൊടുക്കണ്ടേ? മോനെ, നീ ഇപ്പോഴും ചെറുപ്പമാ. നിന്റെ രക്തത്തിൽ നല്ല തിളപ്പ് കാണും, എനിക്കത് മനസ്സിലാവും. പക്ഷെ എന്നോട് ഒരുത്തനും ഇങ്ങനെ സംസാരിച്ചിട്ടില്ല എന്നതും കൂടി നീ അറിയണം. നിങ്ങളോട് ആളുകൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് എന്നുള്ളത് എൻ്റെ വിഷയമല്ല. പക്ഷെ താൻ എന്നോട് ഇങ്ങനെ സംസാരിച്ചാൽ തനിക്ക് നല്ല റിഗ്രറ്റ് അടിക്കേണ്ടി വരും. ശരിയാണ്, നിനക്ക് നല്ല അറഗൻസ് ഉണ്ട്. തന്നെ പോലെ ഒരു സാധാരണക്കാരന്റെ മുന്നിൽ അരഗന്റ് ആകേണ്ട കാര്യം എനിക്കില്ല. അഭിനവിന്റെ മുഖത്ത് യാതൊരു തരത്തിലുള്ള പേടിയോ ടെൻഷനോ ഉണ്ടായിരുന്നില്ല. ശരീരത്തിൽ ഏതോ പ്രേതം കയറിയതുപോലെയാണ് അവൻ സംസാരിച്ചുകൊണ്ടിരുന്നത്. നിനക്കെന്നെ ഇപ്പോഴും ശരിക്കും മനസ്സിലായില്ലേ ഇർഫാൻ? ഓർത്തു നോക്ക്. ഇർഫാൻ ഭായ് അഭിനവിനെ തന്നെ നോക്കി നിന്നു. എന്തുകൊണ്ടാണെന്നറിയില്ല, അഭിനവിനെ നല്ല പരിചയമുള്ളതുപോലെ അയാൾക്ക് തോന്നി. നിനക്ക് ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വന്നു? ഇവന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. ഇർഫാൻ ഭായിയെ അപമാനിക്കുന്നത് കണ്ടതും കൂടെയുള്ളവർ അഭിനവിന് മേൽ ചാടി വീണു. ഇതിനിടയിൽ അഭിനവിന്റെ കയ്യിൽ കിടന്ന മോതിരം തെറിച്ചുപോയി. ഇർഫാൻ ഭായിയുടെ കാൽക്കൽ വന്ന് വീണു. ആ മോതിരം എടുത്ത് കയ്യിൽ വെച്ച് നോക്കിയപ്പോഴാണ് താൻ ശരിക്കും തീ കനലിലാണ് കാലെടുത്ത് വെച്ചതെന്ന് അവന് മനസ്സിലായത്. പെട്ടെന്ന് തന്നെ ഇർഫാൻ ഭായി അഭിനവിന്റെ കാൽക്കൽ വീണു. ടൈഗർ, എനിക്ക് മാപ്പ് തരണം ടൈഗർ, എനിക്ക് വലിയ തെറ്റുപറ്റി. അഭിനവ് ഒളിപ്പിച്ചിരുന്ന രഹസ്യം എല്ലാവരും അറിയാൻ പോവുകയാണോ? അവന് തന്റെ ഐഡന്റിറ്റി എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാണിക്കേണ്ടി വരുമോ? അഭിനവ് ഇർഫാന് മാപ്പ് കൊടുക്കുമോ? അഭിനവിനെ കുറിച്ച് അറിയുമ്പോൾ ശ്രീരാഗ് എന്താകും ചെയ്യുക? BR ഗ്രൂപ്പിൽ ഇനി അഭിനവിന്റെ റോൾ എന്താകും? ഇതൊക്കെ വിക്രം കൊടുത്ത പില്ലിന്റെ സൈഡ് എഫക്റ്റ് ആണോ? ഈ കഥയുടെ ബാക്കി അറിയാൻ ഡൗൺലോഡ് പോക്കറ്റ് FM ആപ്പ്. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.